ഡിയേഴ്സ്, ഞാനല്ലേ ബ്രെഡ് സാൻഡ് വെച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടോ. നോക്കുമ്പോൾ ബ്രെഡിലിടോ എന്നാലും ഞാൻ തളരില്ല പറഞ്ഞിട്ട് കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് അങ്ങനെ ഉരുള പിടിച്ചു. കാരണം വേറെ ഒന്നല്ല, നമുക്ക് എന്താണ് ചപ്പാത്തി റോൾ ഉണ്ടാക്കാമല്ലോ. അങ്ങനെ അതൊക്കെ പരത്തിയെടുത്ത് 2-3 ഉരുള കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ അത്ര പരത്താൻ നോക്കിയിട്ട് ഇങ്ങനെ പരത്തി എടുത്തു പറഞ്ഞിട്ട് അങ്ങനെ കുഴപ്പമില്ല, കുറച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാമല്ലോ നമുക്ക്. ഇനി 2 ഉരുളയും കൂടി ഉണ്ട്, അതും കൂടി പരത്തി കഴിഞ്ഞു. അതും കൂടി പരത്തി എടുത്ത് ഇതെല്ലാം ഇനി പാത്രത്തിലാക്കി കുറച്ച് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കണ്ടേ, അതിലോട്ട് പോവാം. ഒരു ക്യാരറ്റും ഒരു സവാളയും ഒരു തക്കാളിയും എടുത്ത് നന്നായി നൈസായി അരിഞ്ഞെടുത്ത ശേഷം അതിൽ കുറച്ച് വിനാഗിരിയും ഉപ്പും ഇട്ടണം കേട്ടോ. മയോണൈസൊക്കെ ഉണ്ടെങ്കിൽ പുളിയായിരിക്കില്ലേ അതിൻ്റെ അവിടെ, അതൊന്നുമില്ല ഗൈസ്, നമുക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ഇതൊക്കെ എടുത്ത് സ്പൂൺ ചോദിച്ചാൽ ആ സ്പൂൺ തരുന്നില്ല. വേറെ എന്താ ചെയ്യാൻ, ഇനി വേറെ സ്പൂൺ എടുത്തിട്ട് വന്ന് നല്ല ഇളക്കി കൊടുക്കണം. ഈ ഉപ്പൊക്കെ അതിൽ നന്നായി പിടിക്കണം കേട്ടോ. അതുവരെ നമുക്ക് 5 മിനിറ്റ് മാറ്റി വെക്കണം കേട്ടോ. പിന്നെ നമുക്ക് പാന് വെക്കാം. ഇത് അവിടെ മാറ്റി കുറച്ച് നേരം വെച്ച ശേഷം പാന് വെച്ച ശേഷം ഇത് നല്ല ചൂടായി വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല ഇത് ബ്രൗൺ തിരിച്ച് മറിച്ചിടണം, കരിഞ്ഞു പോകാതിരിക്കണം കേട്ടോ. അങ്ങനെ 2-3 വട്ടമൊക്കെ തിരിച്ച് മറിച്ച് ബ്രൗൺ ഷെയ്ഡായി. ഇനി ഇതിലൊരു മുട്ടയെടുത്ത് ഒഴിക്കണം. മുട്ട ഒഴിക്കുമ്പോഴേക്ക് നല്ല പേടിയായിരുന്നു, കാരണം ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞ് പുകുമോന്ന് അതേപോലെ നടന്നു. എന്താ ചെയ്യലേ, അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ചെടുത്ത്. എന്നാലും കുറച്ച് ഇങ്ങോട്ടൊക്കെ വിട്ട് പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമ്മളല്ലേ കഴിക്കണേ. പിന്നെ അങ്ങനെ നല്ല ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ. ഈ ക്യാരറ്റൊക്കെ നല്ല ഉപ്പിലിട്ട് പോലെ ആയിരിക്കും ഇതിൻ്റെ ടേസ്റ്റ്, നല്ല ഇഷ്ടമാണ്. നമ്മൾ നിറയെ വെച്ചിടണം. പിന്നെ അങ്ങനെ റോൾ ചെയ്തെടുത്ത ശേഷം ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ. എന്നാലും പണി പാളിയ പോലെയൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല കുഴപ്പമില്ല കേട്ടോ, ഓക്കെ ആയിരുന്നു. മുട്ടയും ഈ സലാഡൊക്കെ പുറത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ പോണേ. അപ്പോൾ ബൈ.